ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രോ വീഡിയോയ്ക്ക് ശേഷം നമ്മളൊരു ട്രാവൽ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. നമ്മൾ കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും നമ്മൾ ഒരു ഹോസ്പിറ്റൽ കേസിൻ്റെ കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളവിടെ ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാം. എപ്പോഴെങ്കിലും പോകണമല്ലോ, അപ്പോൾ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അത്രേ ഉള്ളൂ. എന്തെന്താ പറയാനുണ്ടോ? ഹലോ ഗൈസ് പറയണ്ടോ? ഞങ്ങൾ കാറിലിരിക്കുന്നുണ്ട്. അമ്മയും ഹസ്ബൻഡും അവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട്, അവിടെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. ഊട്ടി പോണ വഴിക്കാണ് അമ്പലം ഉള്ളത്. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല, ഞങ്ങൾ കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഗൈസ് നല്ല മഞ്ഞ്, നല്ല മഞ്ഞാണ്. റോഡിൽ വണ്ടികൾ കാണാനും കൂടി പറ്റണില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്ക് മഞ്ഞും തണുപ്പാണ്. ഇപ്പൊ സമയം ഒരു 7:30 ആയിട്ടുണ്ട് സമയം കേട്ടോ. ശരി, ബൈ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഊട്ടി എത്താനായപ്പോൾ നെസ്റ്റ് ആൻഡ് മിസ്റ്റ് പറഞ്ഞൊരു ഹോട്ടൽ പറയാൻ പറ്റില്ല, ഒരു കൂൾ ബാർ കണ്ടു കേട്ടോ. അവിടെ നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു. ഊട്ടിയിലൊക്കെ പോയാൽ പ്രത്യേകിച്ച് ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല സ്ഥലത്ത് കയറണം, ഇല്ലെങ്കിൽ മാക്സിമം സ്ഥലങ്ങളും അധികം നീറ്റില്ലാണ്ടേ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണുള്ളത് നോക്കി. അപ്പോൾ അവിടെ കേക്ക് ഐറ്റംസ്, പപ്സ്, കോഫി, ചായ ഒക്കെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോഫി കുടിച്ചു, പിന്നെ കടികളൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. എണ്ണക്കടിയാണ് രാവിലെ തന്നെ കഴിച്ചത്. ഹസ്ബൻഡ് പറഞ്ഞു അവിടുത്തെ മിൻറ്റ് ടീ സൂപ്പറായിട്ടുണ്ടാവുന്നു. ഇതാണ് അവിടുത്തെ മിൻറ്റ് ടീ. അത് കാണാൻ തന്നെ സൂപ്പറായിരുന്നു, പൊളിയായിരുന്നു. പിന്നെ പോണ വഴിക്ക് ഒരുപാട് നല്ല നല്ല വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കോത്തഗിരി വഴിക്കാണ് ഞങ്ങൾ കോയമ്പത്തൂർക്ക് പോയത്. മേട്ടുപ്പാളയം വഴി ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു കോത്തഗിരി വഴിക്ക് പോകാൻ. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത് രാത്രിക്കാണ് വന്നിരുന്നത്. അപ്പോൾ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പകൽ സമയത്ത് പോയ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ആ വഴിക്കാണ് പോയത്. എവിടെയും നിർത്തി കാണാനൊന്നും പറ്റിയില്ല, കാരണം നമുക്ക് 12 മണിക്ക് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ പറഞ്ഞാൽ വലിയ ഹോസ്പിറ്റലാണ്, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള വലിയൊരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അമ്മനെ കാണിച്ചു. അതിൻ്റെ ഉള്ളിലൊന്നും ഫോൺ സിഗ്നലൊന്നും കിട്ടൂല, പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്നേ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ തന്നെ ഇരുന്നിട്ട് പ്ലേറ്റൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി ഞങ്ങൾ അവിടെ കുട്ടികളുടെ പ്ലേറ്റിലൊക്കെ കുറേശ്ശെ ചോറൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ കുട്ടികൾ അവിടെ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചതിൻ്റെ അടുത്ത് അത് തിന്നാൻ വേണ്ടിയിട്ട് 3 കുട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവരെ വീട്ടിലാണ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആട്ടി ഓടിക്കൂലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു മാളിൽ പോയി. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ പോയിട്ട് കുറേ സാധനങ്ങൾ നോക്കി, അല്ലറ ചില്ലറ സാധനങ്ങൾ ചെറുതായിട്ടൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കണ്ടു. പിന്നെ കുട്ടികളല്ലേ, കണ്ട അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതിന് തനിച്ചൊരു സെക്ഷൻ തന്നെ ഉണ്ടാക്കിയിട്ട് അത് സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വൗസി പാർക്ക് പോയിട്ടോ, കോയമ്പത്തൂർ വൗസി പാർക്ക്. ഞങ്ങൾ മാരേജ് കഴിഞ്ഞത് കോയമ്പത്തൂരായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ആഫ്റ്റർ മാരേജ് ഫസ്റ്റ് പുറത്ത് പോയത് ഈ പാർക്കിലായിരുന്നു കേട്ടോ. അന്ന് ഇവിടെ ചെറുതായിട്ടുള്ള അനിമൽസ് മൊത്തമല്ല, പാമ്പ്, മയിൽ, അങ്ങനെ കുറച്ച് അനിമൽസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി. ഈ സിമെൻറ്റ് കൊണ്ട് കെട്ടി വെച്ചിട്ടുള്ള ഈ ആനിമൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഒരു ഏരിയ. അവിടെ പോയിട്ട് കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഈശോയിൽ വന്നു കേട്ടോ. ഞങ്ങൾ വന്ന സമയം കറക്റ്റായിരുന്നു. 7 മണിക്ക് അവിടെ ആദിയോഗി ദിവ്യദർശനം നടക്കുന്ന സമയമാണ്. അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടി. അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ കോയമ്പത്തൂർ പോയ വിശേഷങ്ങൾ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.